യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയ ബിഗ് ബോസ് ടോക്കാണ് ഇന്നലെ നടന്ന എപ്പിസോഡിന്റെ റിവ്യൂ. അത് മൂന്നാമത്തെ വീഡിയോ, പാർട്ട് 3 ആണ് കേട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു വീഡിയോയിലൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഒന്നിലൊക്കെ പറയാൻ പറഞ്ഞാൽ 2.5 മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വരും. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സിനിമയായിട്ട് ഞങ്ങൾ ഇറക്കേണ്ടത്. സത്യമായിട്ട് പറയട്ടെ, ഞങ്ങൾക്ക് മൊത്തം സീസൺ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു എപ്പിസോഡാണ് തീർച്ചയായിട്ടും. അതിന് പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഇപ്പോൾ നടക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ചില സാധനങ്ങൾ അത് ശരിയായ രീതിയിൽ അവരുടെ അടുത്തേക്ക് എത്തണം, നീ അഹങ്കരിക്കണ്ട, നിനക്ക് കിട്ടാനുള്ളത് തരുവടാ എന്നൊക്കെ നമ്മളിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കും. എന്നിട്ട് ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ലാലേട്ടൻ വന്നിട്ട് ഇത് പൊളിച്ചെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ അത് പീക്ക് ലെവലിൽ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടി. അത് പോയിന്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഓരോന്നിനും സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ കിട്ടിയോണ്ടേയിരിക്കായിരുന്നു. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേസൊന്നും അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഷാനവാസിനോട്. ഒന്നിലൊന്നും അല്ല തീരൂലേ. ഷാനവാസിന്റെ കാര്യത്തിലാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. സാധാരണ ലാലേട്ടൻ ഇപ്പം അനീഷിന്റെ അടുത്താണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ഷാനവാസിന്റെ അടുത്ത് അങ്ങനെയല്ല. ഒരു വീക്കെൻഡിൽ തന്നെ 150 കാര്യങ്ങളുണ്ട് ഷാനവാസിനോട് ചോദിക്കാൻ. വീക്കെൻഡിൽ ചെയ്തു വെച്ചത് വേറെ, അതായത് അത് കഴിഞ്ഞിട്ട് അതൊക്കെ നിർത്തിയതാ. അതൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് ലാലേട്ടാ എനിക്ക് പോരാ, എനിക്ക് കുറച്ചും കൂടി വേണം, ഒന്ന് തന്നിട്ട് പോവോ അങ്ങനെ ചോദിക്കുന്ന ആളാണ്. ചോദിച്ചു അതും ചത്ത് അവിടെ കൊന്നിട്ടു. എന്നിട്ട് ലാസ്റ്റ് ലാലേട്ടൻ തട്ടി നോക്കുക, കുറച്ച് ജീവനുണ്ടോ, ഇനി അതെങ്ങാനും എണീറ്റ് വരുമെന്ന് എഴുതിയിട്ട് അതായത് മരണം ഉറപ്പാക്കി. അങ്ങനത്തെ ഒരു എപ്പിസോഡ് എന്തൊരു സന്തോഷം. ശരിക്കും ഇന്നലെ അത് തന്നെയായിരുന്നു അവസ്ഥ കേട്ടോ. ശരിക്കും ഇന്നലെയാണ് എനിക്ക് തോന്നുന്നു ഈ സീസണില് ഷാനവാസ് ഇങ്ങനെ നിന്ന ഒരു ദിവസം ഉണ്ടാവൂല. ഇല്ല, ഇത് എനിക്ക് തോന്നുന്നത് അറിയോ, മറ്റേ ഉഷു ഇല്ലേ പണ്ടത്തെ സന കേസ്, അതിനേക്കാളും തകർന്നു തോന്നുന്നുണ്ട്. ഉഷുവിന്റെ ആണെങ്കിൽ പോലും ഒറ്റ കേസല്ലടോ ഒന്ന് പറയാൻ. ഇതെന്ന് പറഞ്ഞ ഒന്ന് തീരുമ്പോഴേക്കും ഒന്ന് പറയാൻ ഇഷ്ടം പോലെ സാധനം ഉണ്ടാക്കി വെച്ചേക്കല്ലേ. ഉഷുവിന്റെ കാര്യത്തിൽ ആ ഉഷു പറഞ്ഞ നുണക്കഥ, അതിനെ കുറിച്ച് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ചോദിക്കാൻ. ഇതെന്ന് പറഞ്ഞ പിന്നെ അതൊരു കോമഡി ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇതങ്ങനെയല്ലേ, ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മള് കോമഡി ഒക്കെ എടുത്തു, മറ്റൊരു സീരിയസ് ആക്കി എടുത്തു. എന്തായാലും ഉഷുവിനേക്കാൾ തകർന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതെ, അങ്ങനെയായിരുന്നു ഇന്നലത്തെ ലാസ്റ്റിലേക്കൊക്കെ വന്നപ്പോ തപ്പിത്തടഞ്ഞ് എന്തൊക്കെയാ പറയണേന്ന് പോലും ആൾക്ക് ബോധമില്ലാത്ത അവസ്ഥ. പറയുന്ന പല സമയത്തും ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട്, ഷാനവാസ് നിനക്ക് എന്ത് പറ്റിയെന്ന്. കാരണം ഇത് പലരും ചോദിക്കുന്നുണ്ട്. നമ്മളും ചോദിച്ച ചോദ്യ, എന്താണ് ഷാനവാസിന് ഫാമിലി വന്ന് കഴിഞ്ഞ് പോയതിനു ശേഷം സംഭവിച്ചതെന്ന്. നൊക്കണൊക്കെ ഷാനവാസ് പിന്നെ വിശ്വസിക്കുന്നതിന് ആൾക്ക് പലരും വിശ്വാസമല്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ആലോചിച്ച് നോക്കണം. അതായത് ആള് തകർന്നിരുന്നു, തന്റെ കഴിവില്ലായ്മ എല്ലാവരും തിരിച്ചറിഞ്ഞു, താനൊരു വിഡ്ഢിയാണെന്നുള്ളത് തിരിച്ചറിയുന്നു. ഈ സാധനം അറിഞ്ഞിട്ടും അതിൽ കടന്ന് ഉരുളുകയാണ്. അതിനുവേണ്ടി പറയാതൊക്കെ എന്താണെന്നറിയോ, അതായത് എനിക്കിപ്പോ തെറ്റുപറ്റി അത് അംഗീകരിക്കുക എന്ന് പറഞ്ഞൊരു മനസ്സുണ്ട്. ഇത് ഇടയ്ക്ക് വരുന്നുണ്ട്, ഇടയ്ക്ക് സമ്മതിക്കുന്നുണ്ട്, സോറി ലാലേട്ടാന്നൊക്കെ. പക്ഷെ പിന്നെയും ആളുടെ ഉള്ളിലെ ആ മെയിൽ ഷോവിനിസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതങ്ങ് ഉണരും. അത് ഉണർന്നു കഴിയുമ്പോ പിന്നെയും അത് അങ്ങനെ അല്ലല്ലോ, ശരിയല്ലല്ലോ എന്നുള്ള സാധനം ഉള്ളിൽ തോന്നുന്നതാണ്. അത് ഈ സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് വരുന്നുണ്ട്. അതായത് ആദ്യമേ തുടക്കം മുതലേ ലാലേട്ടൻ നിനക്ക് വെച്ചിട്ടുണ്ട് തരാമെന്ന് പറഞ്ഞു പോകുമ്പോ കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് ഭാഷ, സ്ത്രീകളോട് പ്രത്യേകിച്ച് പെരുമാറുന്ന രീതി വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടാണ് അടുത്തത് വെച്ചിട്ടുണ്ട് വരാ എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോ അറുക്കാൻ വെച്ചിരിക്കുന്ന ഒരു കോഴിയാണ് ഷാനവാസ് എന്നുള്ളത് തുടക്കം മുതലേ ഷാനവാസിനെ വിളിച്ചു തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ തുടക്കത്തില് ഷാനവാസിന്റെ വിചാരം ഞാനിന്ന് മാസാണെന്നാണ്, എന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞു. അവിടെ ഊക്കിയതാണ്. പിന്നെ ലക്ഷ്മിയും അവരും തമ്മിലുള്ള സംസാരത്തിന്റെ ഇടയിൽ ലക്ഷ്മിയോട് പറയാണ്, അത് ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞോളാം, അപ്പോഴൊക്കെ ആളുടെ വിചാരം എന്താ അറിയോ, ഇതിപ്പോ ലാലേട്ടൻ ചോദിക്കുകയാണെങ്കിൽ തന്നെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ബിന്നീന്റെ പ്രശ്നത്തിൽ പറഞ്ഞ പോലെ അവരുടെ അടുത്തും തെറ്റുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പോകുന്നാണ് ആള് വിചാരിച്ചത്. പക്ഷേ ചിത്രം വേറെ, കൊലപാതകം എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇതായിരുന്നു. ഷാനവാസ് നിന്നിങ്ങനെ ഉരുകുക, അങ്ങനെ കണ്ടപ്പോ മനസ്സിന് എന്തൊരു സന്തോഷമായിരുന്നു. ലാസ്റ്റ് ഉരുകലില്ലതായി, അത് നെയ്യൊക്കെ ഉരുകി തീർന്ന് ലാസ്റ്റ് എന്തായെന്നറിയോ, അത് തണുത്ത അവസ്ഥ. ഇനി ഫ്രീസറിലേക്ക് അങ്ങ് കയറ്റി വെച്ചാൽ മതി, എന്താ ചെയ്യാതിരിക്കാൻ. ഇനി എന്താ പറയണ്ടേന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയിലെത്തി. എന്തായാലും നമ്മള് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിന്റെ ബാക്കിയായിട്ട് തുടരുന്നു എന്നുള്ളത് കൊണ്ട് കറക്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞ ഇടത്തുനിന്ന് തുടങ്ങാം. ഓക്കെ, ഈ ഷാനവാസും ആദിലയും ടീമുണ്ടല്ലോ, നൂറയും ടീമും 3 പേര് ഇവർ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഏത് അക്ബറിന് സ്പേസ് കൊടുക്കണ്ടെന്നുള്ളത്. അത് കൃത്യമായിട്ട് ബിഗ് ബോസ് ചോദിച്ചു കേട്ടോ. അത് ഇവര് എനിക്ക് തോന്നുന്നില്ല ആദിലെ നൂറയും അങ്ങനെ അതിനകത്ത് ഇടപെട്ടിട്ടില്ലായിരുന്നു. ഒരു ഷാനവാസിന്റെ അതെ ഈ സാധനം ഉണ്ടല്ലോ, മറ്റേ ഇടയ്ക്ക് കയറുന്ന സ്ക്രൂ കയറ്റുന്ന സംഭവം, ആ സംഭവത്തിലാണ് അവരോട് പോയിട്ട് പറയുന്നത്. സ്പേസ് ഗെയിം തുടങ്ങുന്നതിന്റെ മുന്നേ, ടാസ്ക് തുടങ്ങുന്നതിന്റെ മുന്നെയാണ് പറയുന്നത് അക്ബറിന് സ്പേസ് കൊടുക്കരുത് കേട്ടോ. അക്ബർ അത് കേട്ടിട്ട് ഒരു ഇരുത്തണ്ട് കേട്ടോ. അക്ബർ ഈ സംഭവം ഒന്നും അറിയുന്നില്ലല്ലോ ശരിക്കും. അതൊന്നും ഷാനവാസ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതൊന്നും അജാതി സാധനല്ലേ. അതായത് ഈ സാധനം ഞങ്ങൾ ഭയങ്കരമായിട്ട് വിമർശിച്ച സംഭവമാണ് കഴിഞ്ഞ റിവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത്. അക്ബറിന് അവസരം കൊടുക്കാതെ ആള് കളിക്കണം എന്ന് കരുതുന്നത് സത്യത്തിൽ പറഞ്ഞുതരാം, ഈ 3 Idiots സിനിമല്ലേ, അതിലുണ്ടല്ലോ ഈ കൊച്ചു പുസ്തകമൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരുടെ റൂമിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ഇട്ട് കൊടുക്കുന്ന ആൾക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യുക, വഴി തിരിച്ചു വിടുക, പഠിക്കാതിരിക്കാൻ. ആ ലെവലിലുള്ള പരിപാടിയാണിത്. അത്രക്ക് തരം താന്ന പരിപാടിയാണ്. അതെ, ചെറ്റത്തരം. സോറി, അറിയാണ്ട് ഷാനവാസായി പോണതാ, ആ സ്റ്റാൻഡേർഡ് അങ്ങ് വരികയാണ്. കാരണം നമ്മൾ ഇതൊക്കെയല്ലേ കാണുന്നത് അല്ലേ. നമ്മളെന്താ പണ്ടുള്ളവര് പറയുന്നത് കേട്ടിട്ടില്ലേ, നമ്മളെന്താണോ മുന്നിൽ കാണുന്നത് അതാണ് നമ്മൾ പഠിക്കുക അല്ലേ. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ അറിയാണ്ട് ഷാനവാസൊക്കെ ആയി മാറും ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ നന്നാവും പറയും, പക്ഷെ നന്നാവില്ല. എന്തായാലും അനീഷ് തെറ്റ് സമ്മതിച്ചു കേട്ടോ. അഭിനന്ദനങ്ങൾ. മീശയൊക്കെ ശരിയാക്കിട്ട് വന്നിട്ട് അഭിനന്ദനം പറയാന്ന് വിചാരിച്ചാ ഇത് അല്ല, ഞാൻ കരുതി അതും ഷാനവാസിന്റെ വെച്ച് പിടിച്ചുള്ള പരിപാടി. ഓക്കെ, എന്തായാലും ഷാനവാസൊക്കെ ഇവിടെ വന്നിട്ട് മീശ പിരിക്കുന്നതിനേക്കാളും എത്ര കാലങ്ങൾക്ക് മുന്നേ നമ്മൾ പിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 5 വർഷമായിട്ട്. പിന്നെ ഷാനവാസ് ഇപ്പഴല്ലേ ഇതിനകത്ത് കിടന്ന് ഷോ കാണിക്കട്ടെ. ഷോനവാസ് അല്ലേ, അപ്പൊ ഷോ വേണല്ലോ. പക്ഷെ ഷോ ലീഡ് ചെയ്യുന്നത് മറ്റുള്ളവരാണെന്നുള്ളൂ. അക്ബർ എന്തായാലും കത്തിച്ചോട്ടോ. അക്ബർ പല രീതിയിലും പല പ്രതികരണവും വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിലായിരുന്നു. അത് സത്യം. അതിനകത്ത് ഈ പിന്നീടുണ്ടായ സംഭവത്തിൽ ഷാനവാസിനോട് ലാലേട്ട വന്ന് ചോദിക്കുന്നുണ്ട് സീക്രട്ട് ടാസ്കിനെ കുറിച്ച്. അതിന്റെ അടുത്തടി ആള് പറയാം എനിക്ക് സീക്രട്ട് ടാസ്കിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അത് നമ്മൾ പറഞ്ഞതാ, അയാൾക്ക് അത് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ കോമൺ സെൻസ് എന്ന് പറഞ്ഞ ഒരു നോർമൽ, ഇത് ഞാൻ വലിയ ബുദ്ധിജീവികളുടെ കാര്യം ഒന്നും പറയുന്നത്, ഒരു നോർമൽ ബുദ്ധിയുള്ള ഒരാള്, ഒരു മൂട്ടയുടെ അത്ര ബുദ്ധിയുള്ള ഒരാള്, മൂട്ടയെന്ന് പറയാം അതിനേക്കാളും ചെറിയ എന്തെങ്കിലും ജീവിയുണ്ട്, അത്ര ബുദ്ധിയുള്ള ഒരാള് ആ വീട്ടില് മാസത്തിൽ എപ്പോഴെങ്കിലും ഒക്കെയാണ് 1 കിലോ ചിക്കൻ കൊടുക്കുന്നത്. അതെ ആണേ, വേസ്റ്റ് ഡെയിലി പോകുന്ന സാധനമാണ്. അവിടെ അയാള് അതും മറ്റേ ബ്രോസ്റ്റഡ് പോലത്തെ ചിക്കൻ അതിന്റെ കാല് കാണിച്ചു കൊടുക്കുക. അത് പകുതി അതിനകത്ത് ഇരിപ്പുണ്ട്, പെട്ടെന്ന് കടിച്ചു പറിച്ച് തിന്നതിന്റെ ടാസ്ക് പരാജയപ്പെടും. അതെ, അതുവരെ ആ സാധനം തന്നെ അങ്ങനെയുള്ള വേസ്റ്റ് വരെ എടുത്ത് കാണിച്ചു കൊടുത്ത് അയാൾ അത് ചിന്തിച്ചില്ല. ഇതെങ്ങനെ ഇവിടെ ചിക്കൻ വന്നു? അല്ല, ഒന്ന് ആലോചിച്ചു. അതായത് ഇവര് കാണാതെ അവിടെ ചിക്കൻ പീസ് വരണമെങ്കിൽ ഒന്നെങ്കിൽ ബിഗ് ബോസിനെ പറ്റിച്ചെടുക്കണം, ഇവര് പുറത്തൊക്കെ പോയി വാങ്ങിക്കൊണ്ടിരണം. അല്ലെങ്കിൽ ഇതിനകത്ത് ആര്യനും സാബുമാനും ലക്ഷ്മിയും ഒരു KFC ചിക്കൻ കട നടത്തണം, മാനേജറും. അല്ലെങ്കിൽ ഇവരൊക്കെ പാടെ കൂടിയിട്ട് ഒരു ശ്രമം, ഒരു മുട്ട വിരിയാൻ അടയിരുന്ന് കോഴിയായി എന്നിട്ട് ഇവര് കഴിച്ചു. അയാൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ചിലപ്പോ. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ കൊണ്ട് കൊടുത്തതിന്റെ എല്ലാവരും എടുത്ത് പാത്തി വെച്ചിട്ട് എന്നെ താങ്ങിയായിരിക്കും, അങ്ങനെ കരുതിണ്ടാവും. അല്ലെങ്കിൽ എന്തായിരുന്നു അറിയോ, കഴിഞ്ഞ സീസണില്ലേ ആ ടീം കഴിച്ച, അതായത് ജിന്റെ ഒക്കെ കഴിച്ച പീസാണിത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ തമിഴ് ബിഗ് ബോസ് തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ട്, അവിടുന്ന് ഇവരെങ്ങാനും എറിഞ്ഞതാണോ? ഇനി വേറെ കാര്യമുണ്ട്, മറ്റേ ഫോണ് കാണിച്ചു കൊടുത്തപ്പോ ആള് ചിന്തിച്ചെന്താ പറയും, സോപ്പ് പെട്ടിയും കൊണ്ട് കളറൊക്കെ അടിച്ചിട്ട് കള്ളൻ ഫോണെന്ന് എന്റെ അടുത്ത് എങ്ങനെയുണ്ട് ഇത് അതന്നെ. അതായത് നിങ്ങൾ കാര്യം തിരിച്ചറിയണം, ഇത് ആൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് ആളും പറയുന്നു, നമ്മളും ഇതിനു മുമ്പ് പറഞ്ഞത് അമ്പതാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും എന്നല്ല, നമ്മളെല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോ ഇതിൽ നിന്ന് വ്യക്തമാണ് ഒരു ലോക പൊട്ടൻ, മനസ്സിലായിട്ടോ, ഒരു ടാസ്ക് പറഞ്ഞു കൊടുത്തിട്ട് വരെ അതെന്താന്ന് മനസ്സിലാവാത്ത ഒരാള് ഗെയിം നല്ല രീതിയിൽ കളിക്കണം നിർബന്ധമൊന്നുമില്ല, അത് പോട്ടെ, അത് നമ്മളും അംഗീകരിക്കും. പക്ഷെ മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത
ഒരാൾക്കാണ് നിങ്ങൾ വോട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. സത്യം. സീക്രട്ട് ടാസ്ക് സീക്രട്ട് ടാസ്ക് എടുക്കുന്നു. സ്റ്റോർ റൂമിന്റെ അവിടെ സീക്രട്ട് ടാസ്ക് എടുക്കുന്നു. എന്താണെങ്കിലും ഇത് ലാലേട്ടൻ ഇത് കേട്ടപ്പോ തന്നെ ലാലേട്ടൻ പറഞ്ഞു, അപ്പൊ വിളിച്ച ആളുടെ പ്രശ്നമാണല്ലേ വിളിച്ചത്. അതായത് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ നിങ്ങളെ വിളിച്ചത് അവരാണ് ഇത് തെറ്റ് ചെയ്തത്. എന്നിട്ട് ആ തീർച്ചയായും അത് പറഞ്ഞ അപ്പോഴും ആൾ അംഗീകരിക്കുന്നത് എന്താ, മണ്ടൻ, ഞാൻ മണ്ടനാണെന്നാണല്ലോ മൂപ്പര് ഉദ്ദേശിച്ചത്, അങ്ങനെയാണല്ലോ ഇത് പുറത്തു വരുന്നത് എന്നുള്ളതല്ല. അതും മനസ്സിലാക്കിയില്ല. അതായത് നിങ്ങളൊരു പൊട്ടനാണ്, ഇത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലാത്ത ഒരാളാണ്. അപ്പൊ അവരുടെ ഭാഗത്താണല്ലോ നിങ്ങളെ തെരഞ്ഞെടുത്ത അവരുടെ ഭാഗത്താണല്ലോ തെറ്റ് എന്ന് ലാലേട്ടൻ പറയുമ്പോ തീർച്ചയായും ലാലേട്ടൻ. എന്നിട്ട് അക്ബറിന് ലാലേട്ടൻ, അക്ബർ നിങ്ങൾ എന്തിനാണ് അക്ബർ ഷാനവാസിനെ വിളിച്ചത്? അമ്പൂ, അതൊരു കൊടുക്കല. പിന്നെ അതായത് വല്ല കാര്യം ആ ചെങ്ങാനെ വിളിക്കണ്ട, വേറെ എത്ര ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അങ്ങനത്തെ രീതിയിൽ ചോദിക്കുള്ളൂ. അത് ബിഗ് ബോസ് അന്ന് തന്നെ പറഞ്ഞു, എടുത്ത് വിട്ടേക്ക് അവനെ ടാസ്കിന്റെ ഇടയ്ക്ക് തന്നെ പറഞ്ഞത്. അക്ബർ പറഞ്ഞൊരു സാധനം ഉണ്ട്, അതാണേ, അതായത് ടാസ്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും, അങ്ങനെയെങ്കിലും കളിക്കുമെന്ന് കരുതി. ആ രീതിയിലെങ്കിലും ടാസ്ക് കളിക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ലാലേട്ടാന്ന് പറഞ്ഞു. അമ്പോ, അതൊരു സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. ഞാൻ ശരിക്കും ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോ എനിക്കും ഉള്ളിൽ തോന്നിയൊരു സാധനമാണ് അത്. ഷാനവാസിനോട് ഇവര് എന്തൊക്കെ പറയണ്ടെങ്കിലും ഷാനവാസിനോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഷാനവാസ് പക്കയായിട്ട് ഗെയിം കളിക്കാൻ അവരുടെ കൂടെ കൂടുമായിരിക്കും. എടാ, ഇത് ഇപ്പൊ ആ ഗെയിം പൊളിക്കുന്നതിന് ഒരു പ്രശ്നമല്ല. അവിടെ ഗെയിം ആകുന്നത് എന്താ, അത് സീക്രട്ട് ആകുന്നത് എന്താ, മറ്റുള്ളവർ അറിയാതിരിക്കും. അപ്പൊ അറിയാൻ മറ്റുള്ളവർ ശ്രമിക്കും. അതൊരു ചലഞ്ചാണ്. അപ്പുറത്ത് ഒരാളും ഇല്ലെങ്കിൽ ഈ ടാസ്കിലൊരു പ്രത്യേകത ഇല്ലല്ലോ. ഇത് കണ്ടെത്താനും ഇത് പൊളിക്കാനും ആൾക്കാർ അവിടെ ഉണ്ടാവും എന്നുള്ളത് ബിഗ് ബോസിന് അറിയാം. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ പാത്തും ഒളിഞ്ഞും ചെയ്യുന്നത്. അപ്പോ ഇത് അറിഞ്ഞ് കണ്ടെത്തിയിട്ട്, അതായത് ഷാനവാസ് എന്ത് ചെയ്തു, ആളുടെ കഴിവ് കൊണ്ട് ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നു. ശേഷം അത് കണ്ടെത്തിയിട്ട് പൊളിച്ചെടുക്കുക എന്ന് കരുത്. എന്നിട്ട് പറയാണ് ഇവിടെ സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് എന്ന് ഒരാളോട്. അങ്ങനെയാണെങ്കിൽ അത് മാസാണ്, അംഗീകരിച്ചു കൊടുക്കും. കാരണം അങ്ങനെ ഒരു ടാസ്ക് അവിടെ പൊക്കാൻ ആൾക്ക് പറ്റിയിട്ടുണ്ട്. ഇത് അവര് വിളിച്ചോണ്ട് പോയിട്ട് അവരുടെ കൂടെ ചേർക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോയിട്ട് അവര് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞു കൊടുത്തിട്ട് അതെ ആള് പോയി എന്നിട്ട് എല്ലാരോടും പറയാ സീക്രട്ട് ടാസ്ക്. അതിലെന്ത് മാസമുള്ളത്? ആള് കണ്ടെത്തിയെന്നല്ലോ, ആസാണ് അവിടെ ഉള്ളത്. ഗ്യാസും കുറച്ച് പോയി. ഞാൻ വേറെ സംഭവത്തിലേക്ക് ഇങ്ങനെ പോയതായിരുന്നു. അല്ലെ, കുറച്ച് ഗ്യാസും പോയി ഷാനവാസിന്റെ. അത് ഇന്നലെ ഫുള്ളായിട്ട് പോയി, ഫ്രീസറിലേക്ക് വെച്ചാ അതിന്. ഓക്കെ, എന്തായാലും അതിനുശേഷം ഇപ്പൊ ഇത്രയും ലാലേട്ടൻ ചോദിച്ചൊരു കാര്യമുണ്ട്. ഇത്രയും നാളായിട്ടും ഒരു ടാസ്ക് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇത്ര നാളായിട്ടും അറിയില്ലേ? അവരവിടെ എന്തൊക്കെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെ. ഇത് സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്, അത് കാണിക്കാൻ വേണ്ടി ഏതൊക്കെ തെളിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എടാ, ഈ സാധനം, അതായത് ആള് പറയുന്നത് എന്താ, എനിക്ക് സീക്രട്ട് ടാസ്കിന്റെ എന്താന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ബിഗ് ബോസ് ഇതിനു മുൻപ് കണ്ടിട്ടില്ല, ഞാൻ കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതൊരു യോഗ്യത അല്ല. ഓക്കെ, അത് പോട്ടെ. അത് അങ്ങനെ അറിയില്ലെങ്കിൽ പോലും ഒരു കോമൺ സെൻസ് വെച്ച് ഇതിനകത്ത് എത്തിയ ഒരാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു കൊടുക്കുമ്പോ ഈ ചിക്കൻ എങ്ങനെ വന്നു, ഈ മൊബൈൽ എങ്ങനെ വന്നു, ഈ ടാസ്ക് എന്താണെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം വേണ്ടേ? ഒരു സാധാരണ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി ഒന്ന് ചിന്തിച്ചാൽ പോലും അത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇതൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമാണ്. ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എന്നിട്ട് ആള് പറയുന്നറിയോ, ന്യായീകരിക്കുന്ന പറയുന്നത് എന്താണെന്നറിയോ, എനിക്ക് ഇവരെ ആരും വിശ്വാസമില്ല എന്ന് പറഞ്ഞ കാര്യം ശരിക്കും ആള് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കല്ലേ? ഈ അക്ബറിനൊക്കെ വളരെ ശക്തമായി തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അവർ 5 പേരുണ്ടായിരുന്നു, 4 പേരും ഓപ്പോസിറ്റ് പറഞ്ഞ ആൾക്കാരാ. അതെ, അക്ബർ ഷാനവാസിനെ കൂട്ടണ്ട. അതെ, അപ്പോഴും അക്ബറാണ് പറയുന്നത് ഷാനവാസ് അല്ലേ, അത് ഗെയിം അല്ലേ, ഗെയിം ഒരിക്കലും അത് വേറെ ആരോടും മൂപ്പര് പറയില്ല, നന്നായിട്ട് കളിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. എന്നിട്ട് അതിനകത്ത് ശരിക്കും ഷാനവാസ് തിരിച്ചറിയണം, യഥാർത്ഥത്തിൽ ഞാൻ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്, അക്ബർ ശരിക്കും ഒരു പ്യുവർ സോളാണ്, നല്ല വ്യക്തിത്വമാണെന്ന് തിരിച്ചറിയല് വേണ്ടത്. അതാണ് ഏറ്റവും അവിടുന്ന് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്നലെ നിന്ന് ഉരുകിയില്ലേ, അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇന്ന് പോസിറ്റീവ് ആയിരിക്കും ആളെ കുറിച്ച് പറയാം. ഇന്ന് ഇപ്പൊ ഈ കിടന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്നിട്ട് ഊക്ക് മേടിച്ചോണ്ടിരിക്കുക, ഒറ്റപ്പെടുത്തുന്നു. കാരണം പറയുന്നത് അതായത് ഇപ്പൊ ഈ എന്തുകൊണ്ട് അക്ബറിന് സ്പേസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞതിൽ പോലും സ്പേസ് കൊടുക്കണ്ടതിന് കാരണം പറഞ്ഞത് ആളെ ഒറ്റപ്പെടുത്തുന്നൊക്കെ. അതിന് തനിക്ക് വയ്യായി കണ്ട് കാടിറക്കുക,
സുഖമില്ലാത്തത് കൊണ്ട് എന്നെ മറ്റേ ഫസ്റ്റത്തെ ഗെയിമില്ലേ ആ ഗെയിമിനകത്ത് ഇവരെന്നെ ചതിക്കാൻ നോക്കി. എന്താ പുകഞ്ഞ കൊള്ളി പുറത്ത് അതിനകത്ത് ചതിക്കാൻ നോക്കി. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇവിടെ ആരെയും വിശ്വാസമില്ല എന്നൊക്കെയാണ്. അതിൽ ആരോടും ചോദിക്കണ്ടേ, ഇങ്ങനെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ സീക്രട്ട് ടാസ്കുകൾ തരും? അതെ, ചോദ്യമല്ലേ. പിന്നെ അത് ഓരോ ചോദ്യവും ഓരോ കൊടുക്കലായിരുന്നു. അത് വാങ്ങല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല വേറൊരു നിവർത്തിയില്ല. ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമാണ് ആളുടെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നത്. അതായത് എല്ലാ ടാസ്കുകളും കൊളമാക്കാൻ PhD എടുത്ത ആളല്ലേ ഷാനവാസ് എന്ന് ലാലേട്ടൻ പറഞ്ഞു. അത് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ഇപ്പം അതിനുശേഷം ലക്ഷ്മി ഈ ഒരു സാധനം തന്നെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് ടാസ്കുകളെല്ലാം കൊളാക്കുന്ന ആളായിട്ട്. അത് ഏതാ മറ്റേ ഫാക്ടറി ചെരുപ്പ്, അതിനകത്തൊന്നും ഷാനവാസ് നന്നായി കളിച്ചില്ല. ഷാനവാസ് അതിനകത്ത് ഏത് ഭാഗത്ത് നിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് ഗെയിം കളിച്ചില്ല, ഒന്നും കാണിക്കാതെ വെറുതെ കുത്തിയടിച്ച് നിൽക്കുക. ആ അവസ്ഥയിലായിരുന്നു. അത് അല്ലാണ്ട് ആള് ഗെയിമുകളൊന്നും കൊളാക്കാൻ വേണ്ടിട്ട് ഒന്നും ചെയ്യുന്നത് നമ്മൾ അത് ചെയ്തിട്ടുള്ളത് അത് അക്ബറും അനീഷും തന്നെയാണ്. അക്ബറാണ് ഏറ്റവും കൂടുതൽ ടാസ്കുകൾ. അനീഷും പിന്നെ ലാസ്റ്റത്തേലാണെന്ന് വിചാരിക്കാം. നടത്താൻ പോലും സമ്മതിക്കും. അല്ല, ഒന്ന് പണിപ്പുര ടാസ്കില് ഞാൻ ഫസ്റ്റ് പോകണമെന്ന് പറഞ്ഞ് ഒന്ന് പൊളിച്ചത്. പിന്നെ ഈ ജ്യൂസ് കമ്പനിന്റെ സംഭവം, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട്. ശരിയാണ്. ഓക്കെ, നോക്കുമ്പോൾ ശരിയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അത്രയൊന്നും എന്തായാലും ഷാനവാസ് പൊളിച്ചിട്ടില്ല. ഒരു ടാസ്ക് അറിഞ്ഞിട്ട് അത് ഇതാ അറിയാത്തോണ്ട് സംഭവിച്ചാണ്, മണ്ടത്തരായതുകൊണ്ടാണ്. അതായത് ബുദ്ധി ഇല്ലാത്തോണ്ട് സംഭവിച്ചു പോയാ അറിയില്ല, ബോധല്ല. അതായത് പിന്നെ ഇവരൊക്കെ തനിക്കെതിരെയാണ് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ വെച്ചിരിക്കുന്ന ആള്. ഇയാൾക്ക് എനിക്ക് കണ്ടിടത്തോളം, ഇത്ര നാളായിട്ട് ഷാനവാസിനെ കണ്ടിടത്തോളം എനിക്ക് തോന്നിയൊരു സംഭവമാണ്. അതായത് ഷാനവാസ് ഓരോരുത്തരെ കുറിച്ചും പഠിച്ചു വെച്ചിരിക്കുന്നൊക്കെ ഇന്ന ആൾക്കാരെ എനിക്കെതിരെ സംസാരിക്കുന്നതാണ്, അവരവിടെ മാറി നിന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും അത് എനിക്കെതിരെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പൊ അക്ബറും ആര്യനും വേറെ ഏതെങ്കിലും രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നിട്ട് ഷാനവാസിനെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇവര് വേറെ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ പോലും ഷാനവാസ് തെറ്റിദ്ധരിക്കുന്ന മനുഷ്യനാണ്. അത് എന്നെ കുറിച്ച് അവിടെ എന്തോ വൻ ചർച്ച നടക്കുന്നുണ്ട്, എന്നെ കുറിച്ച് കുറ്റം ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആൾക്ക് ആളങ്ങനെയാണ്. അതെ, അതുകൊണ്ടായിരിക്കാം ആള് അങ്ങനെ എല്ലാരോടും പറയുന്ന ആളാ. സത്യം. പ്രത്യേകിച്ച് ഈ സീക്രട്ട് ടാസ്ക് കണ്ടില്ലേ, സീക്രട്ട് മനസ്സിൽ വെക്കാൻ പോലും ആൾക്ക് പറ്റില്ല. അപ്പൊ തന്നെ പോയി പറഞ്ഞു. അനുമോളോട് മാത്രം പറഞ്ഞു, അനുമോളോട് പറഞ്ഞിട്ടില്ല, ബാക്കി എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സീക്രട്ട് ടാസ്ക് മൊത്തത്തിൽ നടന്നത് മൊത്തത്തിൽ ഒരു ഹൈലൈറ്റ്സ് പോലെ അങ്ങ് കാണിച്ചു കൊടുത്തു. ആ സമയത്ത് ലാസ്റ്റ് ഇത് പൊളിക്കുന്ന സമയല്ലേ, അതായത് ഷാനവാസിനെ വിളിക്കുന്നു, ഷാനവാസ് ഇതിന് ഉള്ള പ്രതികരണം എന്തെന്ന് കാണിക്കുന്നു. ശേഷം ഈ ഷാനവാസിന്റെ ഈ രീതിയിലുള്ള പെരുമാറ്റം കണ്ടിട്ട് ആര്യനും അക്ബറും ഒക്കെ പറയുന്ന സാധനങ്ങളില്ലേ, അത് കണ്ടിട്ട് ഷാനവാസ് ഇങ്ങനെ അളിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ. എന്താ എന്ത് മനുഷ്യനാ ഇയാളെന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ലേ, ഒരു ഗെയിമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട്. അതെ, ആലോചിക്കട്ടെ. ആ മറ്റേ പഴയ ഒരു സിനിമയിലെ റിവ്യൂല് പറഞ്ഞില്ലേ, മോന്ത ഇപ്പോഴും അതേ രീതിയിൽ നിൽക്കണേ. ആ സാധനം ഇട്ടിട്ട് ഇവനെ എന്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട്. അവനെ കാണിച്ച ആ സമയത്ത് കാണിച്ച എല്ലാ സാധനങ്ങളും, കുറച്ച് സാധനങ്ങളുണ്ട്. എന്തൊരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡായിരുന്നു അറിയോ. എന്തായാലും ഈ സീക്രട്ട് ടാസ്കിന്റെ സംഭവങ്ങള് ശരിയായ രീതിയിൽ അനുമോൾക്ക് അറിയണ്ടായിരുന്നില്ല. അനുമോൾ എന്നിട്ടും CID പരിപാടി എടുത്തിട്ട് അത് സാബുമാനാണെന്നും എല്ലാ സംഭവങ്ങളും കണ്ടെത്തി. അത് കൃത്യമായിട്ട് ആരോട് ചോദിക്കുന്നുണ്ട്, CID പരിപാടി ഇപ്പോഴും ഉണ്ടല്ലേ എന്ന്. അത് പോസിറ്റീവായിട്ട് പറഞ്ഞ സാധനം, ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നെവിനെയും അനീഷിനെയും തെരഞ്ഞെടുക്കാത്തതിന്റെ കാരണം അത് ആര്യനും അക്ബറും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ആരും ഫസ്റ്റ് പറഞ്ഞ നെവിന്റെ കാര്യം പറഞ്ഞ, നെവിൻ ഫുഡ് കണ്ടു കഴിഞ്ഞാല് സാധനം അത് ഞങ്ങള് നമ്മുടെ റിവ്യൂ കണ്ടാൽ അറിയാം. അതിനകത്ത് പറയണ്ടേ, നെവിനെ ഒരിക്കലും കൂട്ടാൻ പറ്റില്ല. അതെ അതെ, ഇവരിത് ടാസ്ക് ആയിട്ട് എടുത്തിട്ടുണ്ടേ. അതായത് ഈ ടാസ്ക് വിജയിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ പട്ടായ ഗേൾസിനെ തെരഞ്ഞെടുക്കാതിരിക്കാൻ കാരണം അവരാരെങ്കിലും ഒരാൾ മാറിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നീ എന്താ വിളിക്കുന്നതെന്ന് അറിയും. അപ്പൊ അതുകൊണ്ട് അവർ വേണ്ട. പിന്നെ ആകെ ഉള്ളത് അനീഷ്, ഷാനവാസ്, നെവിനാണ്. അതിൽ നെവിന് എന്ന് കാണിക്കും. പിന്നെ അനീഷ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അത് ഷാനവാസ് ഇത് തിരിച്ചറിഞ്ഞിട്ട് ഷാനവാസ് സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴും ഷാനവാസിന്റെ പണിയെടുത്തോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കണ്ടത് പറഞ്ഞില്ലേ അവര് കണ്ടോണ്ടിരിക്കാനേ. അപ്പൊ പോലും ഷാനവാസിന്റെ പണിയെടുത്തോ. എന്നിട്ട് പിന്നെ അനീഷിന്റെ ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൺവിൻസ് ചെയ്തിരുന്നെങ്കിൽ
ഞാൻ കൂടെ നിന്നേനെ. കൺവിൻസ് ആവൂല. ഇത് convince കൺവിൻസ് ആയെങ്കിലും ഓക്കെ അത് അംഗീകരിക്കുന്നു, പക്ഷെ കൺവിൻസ് ആവൂല. അതാണ് പ്രശ്നം. ഇവിടെ കൺവിൻസ് ആയ ഒരു പൊട്ടം കാട്ടിക്കൂട്ടിയൊക്കെ കണ്ടു. അതല്ല, നിങ്ങളെ കൂട്ടുകാരൻ തന്നെയല്ലേ, എന്തായിരിക്കും നമുക്ക് ഊഹിക്കാം. അനീഷിനെ കൺവിൻസ് ചെയ്ത് വരുമ്പോഴേക്ക് ടാസ്ക് കഴിഞ്ഞും പോയി, ചിലപ്പോ സീസണും കഴിഞ്ഞു പോയി. അടുത്ത സീസണിലൊക്കെ ആയിരിക്കും അനീഷ് കൺവിൻസ് ആവുന്നത്. നമുക്ക് ടാസ്ക് കളിക്കാന്ന് പറയും ചിലപ്പോ. അത് സീക്രട്ട് ടാസ്ക് ആയിരുന്നല്ലേ, 8ാമത്തെ സീസണിൽ കയറിയിട്ട് നമുക്ക് ടാസ്ക് കളിക്കാം. അല്ലെങ്കിൽ അതുവരെ ആള് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമായിരിക്കും, ആര്യന്റെ പണി നോക്ക്, അക്ബറിന്റെ പണി നോക്ക്, ഷാനവാസിന്റെ പണി നോക്ക്. ഇതിനകത്ത് ഈ നെവിനെ പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, നെവിന് അതല്ലാണ്ട് വേറൊരു കാര്യം കൂടി അക്ബർ പറഞ്ഞു. അതായത് ഇതിന് മുന്നേ നടന്ന ഒരു ടാസ്കില് മറ്റേ വജ്രം, മറ്റേ ഹോട്ടൽ ടാസ്ക് ആണെന്ന് തോന്നുന്നു, അതിനകത്ത് വജ്രത്തിന്റെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചു. അതില് അത് അറിയാണ്ട്, നെവിൻ അത് അറിഞ്ഞോണ്ട് പറയുന്നല്ല, പക്ഷെ അബദ്ധത്തില് അത് വായിന്ന് പോയി. അതുകൊണ്ട് ഇത് സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും തോന്നിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും ആയിരുന്നു. ഗംഭീര കളി ആവാൻ കാരണം അവരുടെ ഈ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. ആകെ തെറ്റിപ്പോയത് ഷാനവാസിന്റെ കാര്യത്തിൽ മാത്രമാണ്. അത് അക്ബർ ഷാനവാസിനെ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ആ ഒരു സാധനം, അതായത് അക്ബർ ഷാനവാസിനെ വിശ്വസിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ഷാനവാസ് തിരിച്ചറിഞ്ഞിട്ടില്ല. ഷാനവാസും ഇപ്പോഴും മണ്ടനായി എന്താ പറഞ്ഞറിയോ, ഷാനവാസിന് ഇപ്പോഴും ആ വൈരാഗ്യം ആളോടുണ്ട്. അതെ, വൈരാഗ്യത്തിന്റെ പോട്ടെ, ബുദ്ധി അത് കഴിഞ്ഞിട്ട് വൈരാഗ്യം മാറുന്നൊരു സമയം വരുമല്ലോ. ശരിയാണല്ലോ, എന്നെ അവൻ സജസ്റ്റ് ചെയ്ത് എന്നെ അവരുടെ കൂടെ, അവരൊന്നും സമ്മതിക്കാതിഞ്ഞിട്ട് പോലും എന്നെ കൂടെ കൂട്ടിയാലോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയൊരു സാഹചര്യം വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തിട്ട് പോലും മനസ്സിലാവുന്നില്ല. അതിനകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ആ ഒരു സിറ്റുവേഷനില് ലക്ഷ്മി കളിച്ചൊരു കളിയുണ്ട്. എന്റെ മോനെ, ഇത്രയും വൃത്തികെട്ട ഗെയിം കളിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ലാലേട്ടനെ വിളിച്ച വന്നിട്ടേ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല ഷാനവാസ് ഇപ്പൊ കളി മനസ്സിലായോ? ദേഷ്യം വന്നിട്ടേ, ഇത് ഇത്രയും നേരം പറഞ്ഞു കൊടുത്തിട്ടും ആൾക്കൊരു ഉണ്ടേ മനസ്സിലായിട്ടില്ല. അത് വേറൊരു സത്യമാണ്. എന്നിട്ട് ലാലേട്ടൻ തന്നെ ചോദിക്കാണ്, ഇപ്പോഴെങ്കിലും ടാസ്ക് മനസ്സിലായോ? അത് ഈ അക്ബറിനോട് ഈ വൈരാഗ്യത്തിന് കാരണം പറയുന്ന ഒരു ടാസ്ക് ഉണ്ട്, ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞത്. ആ സാധനം അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് അക്ബർ പറയുന്നുണ്ട് എന്താണ് ഗെയിം എങ്ങനെയായിരുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അത് കൂട്ടത്തോടെ ഒരുമിച്ച് നിന്ന് കളിക്കേണ്ട സാധനമാണ്, അത് ഒറ്റയ്ക്ക് കളിക്കേണ്ടതല്ല. അതുകൊണ്ടാണ് അത് ഗ്രൂപ്പായിട്ട് ആർക്ക് തോന്നുന്നത്, ഷാനവാസിന്. അപ്പൊ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ഒരിക്കലും വെക്കാൻ കഴിയില്ല. അപ്പൊ അതിനർത്ഥം ഷാനവാസിന് ആ കളിയും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഷാനവാസാണ്. ശരി, ഇങ്ങനെയായിരുന്നൂല്ലേ അതൊന്ന് കളിക്കേണ്ടത്. എന്തായാലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, അതായത് ആളുടെ ഈ വയ്യായികയും ഇതൊക്കെ എടുത്തിടുകയാണ്, കാർഡ് ഇടുകയാണ്, മെഡിക്കൽ കാർഡ്. ആ സമയത്ത് പറയാണ് ഈ അക്ബർ, എനിക്ക് കരച്ചു വരുന്നത് കേട്ടിട്ട് ലാലേട്ടൻ കൊടുക്കുന്നു, ചുറ്റിലിരുന്നിട്ട് ബാക്കിയുള്ളവരും കൊടുക്കുന്നു. ശരിക്കും അക്ബർ ഷാനവാസിന് കൊടുത്തതില്, അത് ഇപ്പൊ ലാലേട്ടൻ കൊടുത്തതിനേക്കാൾ അപ്പുറത്ത് കൊടുത്തൊരു സാധനം ശരിക്കും കഴിഞ്ഞ വീക്കെൻഡില് അക്ബർ ഷാനവാസിന് കൊടുത്തതാ. അതായത് ശവന്തീനിയാണ് എന്ന് അക്ബറിനെ പറഞ്ഞപ്പോ, ഞാൻ ശവം തിന്നുന്നുണ്ട്, ഞാൻ ആ ശവന്തീനിയായിട്ടുള്ള കഴുകനാണെങ്കിൽ ശവം ഷാനവാസാണെന്ന് പറഞ്ഞത്. അതിനേക്കാൾ അപ്പുറത്തൊന്നും തിരിയില്ല കേട്ടോ. ഉണ്ട്. എന്താണ് അതാ ഞാൻ ലക്ഷ്മിയുടെ കഥയിലേക്ക് വരാൻ വന്നത്. അതിനെക്കാട്ടിലും കിടലിനായിരുന്നു ഒന്ന്. അതായത് ലക്ഷ്മി ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ലക്ഷ്മി ടാസ്കിലുള്ളതാണ്, ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം. അക്ബർ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോട് കൂടിയേ ചെയ്തതല്ല. അക്ബർ ഒരിക്കലും ആ ടാസ്ക് പൊളിക്കാൻ ഷാനവാസ് ബെസ്റ്റ് ആണ് എന്ന് കരുതിയിട്ടല്ല ആ വിളിച്ചതും. അത് ആ സാധനം വളച്ചൊടിച്ച് ലക്ഷ്മി പറയുന്നുണ്ട്. ഇത് വളച്ചൊടിക്കാൻ ഒരു വിത്ത് കിട്ടണല്ലോ. ആ വിത്ത് കിട്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അക്ബർ ഇതെല്ലാം ക്ലിയർ ചെയ്യാണ്. ഇപ്പോ ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് ആ സാധനത്തിന്റെ ഇതൊക്കെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് സത്യമായിട്ട് പറയാ ലാലേട്ടാ, എനിക്ക് സന്തോഷമുണ്ട്. ഏത് ഈ ഷാനവാസ് ഇങ്ങനെ ആയതില് ഞാൻ സന്തോഷിക്കുന്നത്. കാരണം എന്താ, ഞാൻ വിശ്വസിച്ച ആളെ കൊടുത്തു, പക്ഷെ വിശ്വസിക്കാൻ പറ്റാത്തതാണെന്നും പിന്നെ ആളുടെ മൊത്തത്തിലുള്ള സംഭവം, അതായത് ലോക മണ്ടനാണ് ഇയാള് എന്നുള്ളത് എക്സ്പോസ് ആയതിലും ഞാൻ സന്തോഷിക്കുന്നുണ്ട്. അത് എല്ലാവരുടെയും മുന്നിലേക്ക് അത് ജെന്യൂനിറ്റി കൂടി കേട്ടോ. അത് ജെന്യൂനായിട്ട് അത് നല്ല പിള്ളേ ചമയാൻ ശ്രമിക്കാതെ അതിൽ ഞാൻ എൻജോയ് കൂടി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ആ സാധനത്തിൽ ലക്ഷ്മി ക്യാച്ച് ചെയ്തു, അതില് പിടിച്ചിട്ട് പുതിയൊരാശയം ലക്ഷ്മിന്റെ വക അത് മനഃപൂർവ്വം
അക്ബർ ഷാനവാസിനെ കൊണ്ട് അത് പൊളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗെയിം കൊടുത്തതാണ് എന്നാക്കി തീർത്ത്. അതായത് ഷാനവാസിനെ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് ആ ഗെയിം പൊളിയും. അപ്പൊ ഷാനവാസ് പൊളിച്ചു എന്ന് വരും, ഷാനവാസ് എക്സ്പോസ് ആവും. അതിനു വേണ്ടിയിട്ടാണ് ഇത് തെരഞ്ഞെടുത്തതെന്ന് അക്ബറിന്റെ ഒരു കുശാഗ്ര ബുദ്ധിയായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ചുരുക്കം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് ഒരു മണ്ടനാണ്. ഷാനവാസിനെ ഇതിനകത്തേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗെയിം ഷാനവാസ് പൊളിച്ചോളും എന്നാണ് അക്ബർ ഉദ്ദേശിച്ചതെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ഇതങ്ങോട്ട് കേട്ടപ്പോ തന്നെ കറക്റ്റ്, യു ആർ കറക്റ്റ്, സൂപ്പർ. എന്നിട്ട് പോയിട്ട് കെട്ടി പിടിച്ച് താങ്ക. അതായത് ഷാനവാസേ നീ ഒരു മണ്ടനാടാ എന്നുള്ള സാധനം അവിടെ ഇട്ട് കൊടുത്തിട്ട് യെസ് ഞാൻ മണ്ടൻ. ആള് ലോകോട്ടനാണ്. അപ്പോഴും യഥാർത്ഥ ജെന്യൂൻ ആയിട്ടുള്ള ഒരാളെ തിരിച്ചറിയാതെ ഇവിടെ ഫേക്ക് ആയിട്ട് ആളെ കൂടെ എടാ നീ ഭയങ്കര സുന്ദരനാടാന്ന് വെറുതെ നമ്മൾ സൂചിപ്പിക്കാൻ പറയില്ലേ, അതില് കൈയടിക്കുക. അതങ്ങോട്ട് ഇഷ്ടപ്പെട്ട്. എന്നിട്ടും മനസ്സിലായിട്ടില്ലേ ഞാൻ എന്നെ മണ്ടനാക്കിയിട്ടാണല്ലോ അവൾ അവിടെ സ്കോർ ചെയ്തെന്നുള്ള സാധനം അപ്പോഴും മനസ്സിലായിട്ടില്ല. ഒറ്റ വെടി 2 പക്ഷി, അതാണ് ഉദ്ദേശം. അതായത് അവിടെ അക്ബറിനെ മണ്ടനുമാക്കി, സോറി അവിടെ ചതിയനുമായി ചതിയനാക്കാൻ, അതായത് ഷാനവാസിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ള ലെവലില്. അത് അങ്ങനെയാണെങ്കിലും അത് അക്ബറിന്റെ പോസിറ്റീവാ, തീർച്ചയായിട്ടും മികച്ച ഗെയിമാവും അത്. അപ്പോ അതായത് കാരണം ആൾക്ക് ഗെയിം പൊളിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പൊളിക്കാതെ വേറൊരാളെ വെച്ച് കളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര സാധനമല്ലേ. എന്നിട്ട് അതായത് ഇയാളെ ഇതിലിട്ട് കഴിഞ്ഞാൽ അയാൾ പൊളിച്ചോളും എന്നുള്ളതും, പിന്നെ വലിയ രാജാവാണ് എന്ന് കരുതി വെച്ചിരിക്കുകയാണല്ലോ ഷാനവാസിനെ. ആളുടെ ഗെയിമിനെ തുറന്നു കാണിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അത് ഗംഭീര സാധനല്ലേ. ഇനി അതൊക്കെ ആണെങ്കിലും ഇതിപ്പോ ലക്ഷ്മി പറഞ്ഞ ഒരു സാധനം അക്ബർ ഉദ്ദേശിച്ചില്ല കേട്ടോ. അവിടുന്ന് പറയുന്നുണ്ട് ആര്യ പറയടാ ഞാൻ പറഞ്ഞിട്ടാണോ അങ്ങനെ ചെയ്തേ, അല്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചത് ഞാൻ പറഞ്ഞത് മാത്രമാണോ എന്നുള്ളതൊക്കെ സംസാരിക്കുന്നുണ്ട്. അതാ സീക്രട്ട് ടാസ്ക് കണ്ട മലയാളികൾക്ക് അറിയാലോ എന്തായാലും. തീർച്ചയായിട്ടും. അപ്പോ ഇനി അങ്ങനെ തന്നെയാണെങ്കിലും അതൊരു പ്രശ്നമല്ല, അതും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു നീക്കാണ്. ഇനി മറ്റൊന്ന് എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ഞാൻ ഇവൻ പൊളിച്ചോളും എന്ന് കരുതി ഞാൻ അവനെ തെരഞ്ഞെടുത്തു. ഇത് പൊളിക്കേണ്ട കാര്യം വരുന്നത്, അത് ഞാൻ തെരഞ്ഞെടുത്തത് സത്യമാകുന്നത് ഇവൻ പൊളിക്കുമ്പോഴാണല്ലോ. ഷാനവാസിനെ തെരഞ്ഞെടുത്തിട്ട് ഷാനവാസ് അത് പൊളിച്ചടിക്കിയത് ഷാനവാസ് അല്ലേ, അല്ലാതെ അക്ബർ അല്ലല്ലോ. ഞാനിപ്പോ ഷാനവാസ് ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. എവിടെ എന്താ സംഭവിക്കണെന്ന് ഷാനവാസിന് മനസ്സിലായിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല ഞാൻ ഷാനവാസായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞാൽ മനസ്സിലാവൂല. നീ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടോ? അല്ല നീ ഫ്രസ്ട്രേറ്റഡ് ആവുണ്ടോ? ഈ ചോദ്യം ചോദിക്കുന്ന ലാലേട്ടനോട് നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? നീ അല്ല പറ, നീ പറടാ. സോറി അല്ല എന്താ അങ്ങനെ പറടാ. നീ ദേഷ്യം വരുന്നുണ്ടോ? അല്ലെ ദേഷ്യം വരുന്നുണ്ടോ എനിക്ക്? ഈ ലെവലിലേക്ക് പിന്നെ ഷാനവാസ് മാറി. ഷാനവാസിന്റെ മുഖമൊക്കെ മാറിയിട്ടേ എന്ത് ലാലേട്ടനോട് എന്തോ ഒരു സാധനം ചോദിച്ചു. ലാലേട്ടൻ അപ്പൊ തന്നെ മനസ്സിലായി ഇവൻ കയ്യിൽ നിന്ന് പോയിരിക്കണം, പിന്നെ മൊത്തത്തിൽ കിളി പോയിക്കണ്. ലാലേട്ടൻ നിങ്ങക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ശരിക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്നല്ല ചോദിക്കാൻ മനസ്സിൽ വന്നത്, നിനക്ക് വെള്ളം വേണോടാ. പണ്ട് റിയാസിന്റെ അടുത്ത് പ്ലസ് ലീവ് ചോദിച്ചോലെ നിനക്ക് ദാഹിക്കുന്നുണ്ടോ? എന്തായാലും കുറച്ചു നേരം കൂടി കഴിയുമ്പോ ചോര വാർന്ന് ചാടും. അതിന് മുമ്പ് കുറച്ച് വെള്ളം വേണോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത്. എന്റെ പോന്നെ എടുത്തു പറയേണ്ട സാധനമാണ് ഈ ലക്ഷ്മിന്റെ സംഭവം കഴിഞ്ഞതിന് ശേഷം ലാലേട്ടന്റെ അതങ്ങോട്ട് കേട്ടപ്പോ മനസ്സിന് കിട്ടിയ സന്തോഷം ഉണ്ടോ? എടാ ഇതിനേക്കാളും സന്തോഷം കിട്ടിയ എനിക്ക് പറ്റിയതാ. അതായത് നിങ്ങൾ വലിയ മിടുക്കനാണ്, ഭയങ്കര ഹാപ്പിയ സാധനമാണ്. അതായത് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ഗെയിം കൊളാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ അത് വലിയ സംഭവമാണെന്ന് എന്തോ ചെയ്തു വെച്ച് മിടുക്കനായിട്ട് ഇരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അക്ബർ പറഞ്ഞ സാധനമാണ്. ആ സാധനം ഞാൻ ചോദിക്കുന്നതാണ് ലാലേട്ടൻ പറഞ്ഞത്. അതെ ആ സാധനം അതാണ് നമ്മൾ പറഞ്ഞ സംഭവം. തുടക്കത്തിൽ പറഞ്ഞില്ലേ നമുക്കൊരു എപ്പിസോഡ് സാറ്റിസ്ഫാക്ഷൻ ലെവല് തീർച്ചയായിട്ടും ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞ സാധനം നമ്മൾ ആഗ്രഹിച്ചതിന്റെ അപ്പുറത്ത് കിട്ടിയ കേട്ടപ്പോ എന്തൊരു സന്തോഷം. അതായത് അത് ആള് മനസ്സിലാക്കണം. അതെ അവിടെ കളിക്കുന്ന ആൾക്കാർ ചോദിക്കുമ്പോ അത് അത്ര എഫക്റ്റ് ആവില്ല. പുറത്ത് പ്രേക്ഷകർ ഇത് ചോദിച്ചിട്ടാണല്ലോ ലാലേട്ടൻ ഇത് ചോദിക്കുന്നത് എന്നുള്ള സാധനം ആൾക്ക് കിട്ടണം. അതിനാ ചോദിച്ച ചോദ്യം പൊള്ളി സാധനം ഗംഭീരാക്കി കളഞ്ഞ ആ ചോദ്യം. പിന്നീട് അടുത്ത പ്രശ്നത്തിലേക്ക് കടന്നു. അതാണ് നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ടൊരു പൂമാല ഉണ്ടാക്കിയിട്ടേക്കാണ് ഷാനവാസ്. ഒരാഴ്ച വരുമ്പോൾ ഒരു ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരുന്നുണ്ടാവും. പിന്നീട് പറഞ്ഞു ചെയ്തു വെച്ചത് വേറെ ഉണ്ട്. അതിനാണ് ഈ ഫ്രസ്ട്രേഷൻ. എന്ത് ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യം വരുന്നുണ്ടോ? അതാണ് അയ്യോ ഫുൾ ആറ്റിറ്റ്യൂഡാണ് ഈ സാധനം. ഇയാള് ഞാൻ കരുതിട്ടോ കയറി ചെന്ന് ലാലേട്ടൻ തല്ലിയിട്ട് പോയി ഇറങ്ങിപ്പോകുന്നു.
ഇല്ലല്ല ആര്യൻ ഷാനവാസ് പ്രശ്നം, അതായത് ആ ദിവസം തന്നെയാണ്, ഈ ടാസ്ക് കടന്ന ദിവസം തന്നെയാണ് അന്ന് ഇതും ഉണ്ടായിട്ടുള്ളത്. ബിഗ് ബോസ് അവിടെ ചെറുതായിട്ടൊന്ന് മായം കലർത്തിട്ടോ. അതൊരു ലാലേട്ടാ ഗെയിം കളിക്കുന്നുണ്ട്. അത് ശരിക്ക് ഷാനവാസിനെ എടുത്ത് തൂക്കി പുറത്തു കളയാനുള്ള അതിന് മാത്രമുള്ള സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ, അതായത് ഈ ആര്യൻ അത് കംപ്ലൈന്റ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ എടുത്ത് പുറത്തിടാ, സത്യമായിട്ട് എടുത്ത് പുറത്തിടാ. കാരണം തല്ലി, അത് ഇവിടെ ലാലേട്ടൻ പറഞ്ഞത് തല്ലിലേക്ക് കടന്നു എന്നാണ്, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, അതിലേക്ക് നിങ്ങൾ പോയി എന്നുള്ളതാണ് പറഞ്ഞത്. അതെ, അല്ലാതെ തല്ലിന്നല്ല പറഞ്ഞിട്ടില്ല. അതും എന്തിന്റെ പേരില്, അതായത് അമ്മക്ക് വിളിച്ചു എന്ന് സംശയം, തോന്നല് വേണം. അവിടുന്ന് ഒരു കിടിലൻ ഡയലോഗ് ഉണ്ട്, മാസ സാധനം. അമ്മക്ക് വിളിച്ചിട്ടില്ല, പക്ഷെ അച്ഛന് മാത്രമേ വിളിക്കാറുള്ളൂ. ഷാനവാസ് സാറിനെ അമ്മയ്ക്കൊന്നും വിളിക്കാറില്ല, അച്ഛന് മാത്രമേ വിളിക്കാറുള്ളൂ. കയ്യടിയൊക്കെ ഉയർന്നിട്ട് പണ്ടുള്ള ഉടുത്തെ തൂറാന്നൊക്കെ പറഞ്ഞ സാധനം, ഉടുത്തേൽ തൂറി പോവില്ല സ്റ്റാൻഡേർഡ്. സീക്രട്ട് ടാസ്ക് എടുക്കുന്നുണ്ട്, അതിന്റെ അടിയിൽ ഇതൊന്നും വേണ്ട നമുക്ക്. ഓക്കെ, അടുത്തത് പറട്ടെ. എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ പറയില്ല, നീ പറഞ്ഞതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്താണെങ്കിലും അതായത് അമ്മയ്ക്ക് വിളിച്ചു എന്നുള്ള തോന്നലിന്റെ പേരിൽ ഈ സംഭവം ഉണ്ടായത്. അത് വലിയൊരു സംഭവം ആക്കാണ്ട് അതങ്ങ് ഒഴിവാക്കി വിട്ടു എന്നാണ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ ഈ ഷാനവാസിന്റെ ആദ്യം മുതലുള്ള പ്രശ്നത്തിന്റെ കാര്യമാണ്. അത് അനീഷിനോട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക ഷാനവാസിനെ കുറിച്ച്. ഇടയ്ക്കുണ്ട് ലാലേട്ടൻ ആദ്യം കുറച്ചു പ്രാവശ്യം പറഞ്ഞു അയാൾ പറയട്ടെ എന്ന് കുറെ പറഞ്ഞു, അതിന്റെ ഇടയ്ക്ക് പിന്നെ നിങ്ങൾ എന്തിനും കഴിയും. ആ സമയത്തൊക്കെ ആള് ഫുള്ള് ഫ്രസ്ട്രേറ്റഡാ, ഈ സാധനം എല്ലാരും കൈ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും കാണിച്ചു. അത് സത്യമാണ്, ആ ചോദിച്ച കാര്യം സത്യമാണ്. അതായത് എല്ലാവരും ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ലക്ഷ്മി ഇന്നലെ തന്നെ ലക്ഷ്മി പൊക്കിയിട്ടുണ്ടായിരുന്നു, അക്ബർ എപ്പോഴും പൊക്കുന്നുണ്ടായിരുന്നു. ഇവരോടൊന്നും ചീത്ത പറയാത്ത ലാലേട്ടൻ എന്തുകൊണ്ട് ഷാനവാസിനോട് ചീത്ത പറഞ്ഞെന്നറിയോ? തുടക്കം മുതൽ നമ്മൾ ഇന്നിപ്പോ ഇട്ട ഏതോ ഒരു എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, തുടക്കം മുതൽ ഷാനവാസ് മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കാതെ ഇടപെട്ടുകൊണ്ടേയിരിക്കണം. അതായത് ആളെ ലാലേട്ടൻ നേരെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ കുറിച്ച് അവര് സംസാരിക്കുമ്പോ നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ ആവേണ്ട ആവശ്യം? അതെ അതെ, ആളുടെ പ്രശ്നമാണത്. ആളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ആൾ അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ സ്പേസ് കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ട്, ആ സ്പേസിൽ നിൽക്കുമ്പോ സംസാരിക്കുക. ഈ കൈ ഇങ്ങനെ പൊക്കി ഒരു അവസരം തരുമോ എന്ന് ചോദിച്ചതിനല്ല പ്രശ്നം വന്നത്. അത് കഴിഞ്ഞിട്ടോ ലാലേട്ടൻ അവസരം കൊടുത്തു. അവസരം കൊടുത്തു കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ നിന്നു കുറച്ചു നേരം. പടച്ചോനെ, ചെറുക്കന്റെ കിളിയൊക്കെ എതിലേക്കോ പോയിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് ഈ പറയണത്? അനീഷിനോട് ഷാനവാസിന്റെ ഈ വിഷയത്തില് കാര്യം ചോദിച്ചു, അതായത് ആര്യൻ ഷാനവാസ് വിഷയം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ചോദിച്ചതില് ആള് കൈ പൊക്കിയിട്ട് പറഞ്ഞത്, അവസരം കൊടുത്ത പറഞ്ഞെന്താ അറിയോ, ലക്ഷ്മിയും ഇവരും തമ്മിലുള്ള ബിന്നിയും തമ്മിലുള്ള ജയിലിലുള്ള മാവെറിഞ്ഞ സമയല്ലേ, ആ സമയത്തുള്ള എന്തോ ഒരു കാര്യത്തിലേക്കാണ് ആള് പോകുന്നത്. ആളുടെ കയ്യിന്ന് പോയിനേ, മൊത്തം കയ്യിൽ പോയി. അതെന്താണെന്നറിയോ, ഇതാണ് ഈ സാധനം കൊണ്ട് തന്നെയാണ് ലാലേട്ടന് ദേഷ്യം വന്നത്. തുടക്കം മുതൽ ഇങ്ങനെ പൊക്കിയിട്ട് തന്റെ ഭാഗം ഇങ്ങനെ ക്ലിയർ ചെയ്യാനും മറ്റേ അതിനും ശ്രമിക്കാനുള്ള അങ്ങനെ ആ വ്യഗ്രത ഉണ്ടല്ലോ, അതിങ്ങനെ കുറെ നേരമായിട്ട് സഹിക്കുന്നുണ്ട് ലാലേട്ടൻ. അതിന്റെ ഭാഗമായിട്ടാണ് ആ ദേഷ്യം വന്നത്. അതിനാണ് ആ സാധനം കൊടുത്തത്. പിന്നെ അടുത്തത് മറ്റേ ആദിലേന്റെ അടിച്ച കേസായിരുന്നു. അടുത്തത് ആദിലൊക്കെ ആയതുകൊണ്ട് ഭാഗ്യം, ആദില പെങ്ങളായി പോയി. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അടുത്ത ഷാനവാസ് പോയി. ഷാനവാസ് ഇങ്ങോട്ട് പോരും അക്ബർ ആയിരുന്നെങ്കിലേ, അക്ബറിനെങ്ങാനും അടിച്ചിരുന്നെങ്കിലേ മിന്നൽ മുരളിയില് തലയിൽ കെട്ടിയില്ലേ ഒരു മുണ്ട്, അതുപോലെ എടുത്ത് കെട്ടിയാനെ ഷാനവാസിനെ. സത്യം. അത് പിന്നെ അതിനകത്ത് മറ്റേ ആദില പറഞ്ഞ മറുപടി ലാലേട്ടനെ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ലാലേട്ടൻ കൊടുത്തോട്ടോ. ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡിലും കൂടി വന്നിട്ട് പറഞ്ഞ സാധനം. ലാലേട്ടൻ എപ്പോഴും പറയുന്നല്ലേ, നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുക, നിങ്ങൾ നല്ലവരായി മാറുക, നിങ്ങൾ ദൈവത്തിന്റെ പാതയിൽ. ഒറ്റ മറുപടി ലാലേട്ടൻ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാരും അത് പറഞ്ഞു മനസ്സിലാക്കും. അതെ, അതില് കുഴപ്പിക്കാൻ വേണ്ടി ചോദിച്ചാണ്. അതായത് നിങ്ങൾക്ക് അടി കിട്ടി, നല്ല രീതിയിൽ തന്നെ കിട്ടി, അത് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അതൊരു വിഷയമാക്കിയില്ല എന്ന് ചോദിച്ചു. അപ്പൊ ലാലേട്ടൻ പറഞ്ഞല്ലേ ക്ഷമിക്കാൻ പഠിക്കുക എന്നുള്ളത്. അപ്പൊ ഞാനത് പഠിച്ചതാണ് നല്ല രീതിയിലാണ് ആയത്. ശരിക്കും കിട്ടലാ, ഒന്നും പറയാൻ പറ്റൂല ലാലേട്ടൻ കഴിഞ്ഞ്. പിന്നെ അത്രേ ഉള്ളൂ, അപ്പൊ പറഞ്ഞത്രേ ഉള്ളൂ. എല്ലാരും അത് പഠിപ്പിക്കുക. അതെ, എല്ലാരെയും അതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അതിനുശേഷം നമ്മുടെ മറ്റേ മൈജീന്റെ എന്തായിരുന്നു, മൈജി സ്റ്റാറിനോട് ചോദിക്കാന്നുള്ള അങ്ങനെ എന്തോ ഒരു സംഭവത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ലാലേട്ടനോട് ഒരു ചോദ്യം, എന്താ ഫുഡ് കൊടുക്കാത്തതിനെ കുറിച്ച്. അത് ലാലേട്ടൻ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആക്കി അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്താ അറിയോ, ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നിടത്ത് പല ആൾക്കാരും വരുമ്പോ പല രീതിയിലുള്ള ഫുഡാണ് കൊണ്ടുവരിക. ഇത്
ഒന്ന് ഇത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് നല്ലതാണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവര് പോരുമ്പോ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതും പിന്നെ അളവിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് അവർ അപ്പോഴേ ഒറ്റ ഇരുത്തി തീർന്നാൻ കഴിയില്ല. ആ നെവിനൊക്കെ പിന്നെ എണീറ്റ് നടക്കാൻ പറ്റൂല, അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും മറ്റേ. അതെ അതെ, അതായത് ഒറ്റ ഇരിപ്പില് തിന്ന് തീർക്കാൻ പറ്റുന്ന ലെവലിനേക്കാളും കൂടുതൽ അളവിൽ കൂടുതൽ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോ ഇത്രയും ഫാമിലി ഒരുമിച്ച് വരികയല്ലേ, അവർ എത്രത്തോളം കൊണ്ടുവരും. അപ്പൊ എന്താ ഇത്, ഇവരിതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ഇന്നലെ റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അനുമോൾ ലക്ഷ്മി വിഷയത്തില് ചോറെടുത്തിട്ട് ചൂടാക്കി കഴിക്കുന്നത് വലിയ പ്രശ്നമാണെന്ന്, നമ്മുടെ മരണത്തിലേക്ക് വരെ അത് നയിക്കും. അപ്പോൾ ഈ ഫുഡ് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കും, അത് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് തിരിച്ചയച്ചതെന്ന്. അതെന്തായാലും വ്യക്തമാക്കി മനസ്സിലായിരുന്നു. പിന്നെ ലാസ്റ്റ് നോമിനേഷൻ വന്നവരെല്ലാം എണീപ്പിച്ചു നിർത്തി. അതില് അനീഷിനോട് ചോദിച്ചു, നിങ്ങൾ ആരും ഇവിടെ സേഫ് ആവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദിച്ചപ്പോ അനീഷ് നേരെ ഷാനവാസ് എന്ന് പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, അത് നിങ്ങൾ തന്നെയല്ലേ അയാളെ നോമിനേഷനിലേക്ക് പറഞ്ഞു വിട്ട ആള്, ഇരട്ടത്തപ്പാട്ട സാധനം എടുത്ത് വലിച്ചു കീറി. അതിനുശേഷം ഷാനവാസിനോട് ചോദിച്ചു, ഷാനവാസ് ആരാണ് നിങ്ങളോട് സേഫ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? അനുമോൾ ലാലേട്ടാണ്. ഇവിടെ ഒരു സാധനം ഉണ്ട്, അതായത് അനുമോളെ ശത്രുവിനെ പോലെ വെച്ചിട്ട് മനസ്സിലെ ഉള്ളില് സ്നേഹമാണ്, ഉള്ളില് അനുമോളോടുള്ള ഇഷ്ടം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അതെ അതെ അതെ. പിന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ പറഞ്ഞല്ലോ, ബിഗ് ബോസ് ഫോഴ്സ്ഫുള്ളി അടിച്ചേൽപ്പിച്ച ഫ്രണ്ട്ഷിപ്പാണ് അനീഷിന്റെയും ഷാനവാസിന്റെയും. ഇവർക്ക് രണ്ടുപേർക്കും ആ സാധനമല്ല, പരസ്പരം എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ അതിന് ഒരു ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞ രീതിയിലൊക്കെ രസമുണ്ട് ചില സന്ദർഭങ്ങൾ. അല്ലാതെ അവര് തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടെന്നുള്ളത് അതില്ല. അതിനുള്ള ഉത്തമ തെളിവ് രണ്ടുപേരും കണക്കാ. അതില് ഷാനവാസ് മാത്രമല്ല, അനീഷ് എക്സ്പോസ് ആയിട്ടുണ്ട്. ബിഗ് ബോസ് കൃത്യമായിട്ട് ചോദിക്കുന്നിടത്ത് തന്നെ അത് എക്സ്പോസ് ആയി. കാരണം നിങ്ങൾ നോമിനേഷൻ ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ സേവ് ആക്കണം, അല്ലെങ്കിൽ ഒരുപാട് ലക്ഷ്യമായിട്ട് നടക്കുന്ന ഒരാളാണ്, ആളവിടെ വേണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളതെന്നാണ് ശരിക്കാ ചോദ്യം. ആ പിന്നെ അത് കഴിഞ്ഞ് ഷാനവാസ്, അത് ഷാനവാസിന് ഉള്ളിൽ കൊണ്ടിട്ടാണ് ഷാനവാസ് അനുമോളെ പറഞ്ഞത്. അല്ലെങ്കിൽ അപ്പോഴേ അനീഷിനെ പറയായിരുന്നു നോമിനേഷൻ ഇട്ട ആള് നിങ്ങൾ തന്നെയല്ലേ എന്നുള്ള ഓർമ്മയുണ്ട്. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഷാനവാസിന് അത് മനസ്സിലായിട്ടൊന്നുമില്ല, അത് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല ഷാനവാസ് പറഞ്ഞ അതൊന്നും പോവല്ലേ. പിന്നീട് ഇന്നത്തെ ദിവസത്തേക്കുള്ള ഒന്നും കാണിച്ചിട്ടില്ല. രാത്രി എപ്പോഴും ഒരു പ്രമോ നോമിനേഷൻ നടക്കുന്നു. ബ്ലാക്ക് കരയുള്ള മുണ്ടും എടുത്താണ് വന്നത്. നമ്മള് പറയുന്നത് അതുപോലെ കഴിഞ്ഞ ആഴ്ച ചെറുക്കനോട് പറഞ്ഞായിരുന്നു ബ്ലാക്കും വൈറ്റും ഇട്ട് വരണം, അതേപോലെ തന്നെ. അതായത് മാസായിട്ട് ലാലേട്ടൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ അതില് വൃത്തികെട്ട ഇങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ട് ആള് ഇനി ഫയർ തീ തുപ്പിയാലും നമുക്കത് തീ തുപ്പുന്നത് പോലെ അല്ല ഫീൽ ചെയ്യാം. ശരിയായിരിക്കും. പിന്നെ എന്താണെങ്കിലും ഇന്ന് നോക്കാം ബാക്കി പരിപാടികളൊക്കെ എന്തൊക്കെ നടക്കാന്നുള്ളത്. അപ്പം പിന്നെ പോയി നോക്കി കേൾക്കുന്നുണ്ട്, നോക്കാം.